നമസ്കാരം. ഒരു ജനപ്രതിനിധി തന്റെ വോട്ടർമാരോട് ഒരല്പസമയം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച കേരളീയ പൊതുബോധത്തിന് ഞെട്ടലായി. രാഷ്ട്രപിതാവിന്റെ പേര് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ആശങ്ക ശക്തമാണ്. അത് ദേശീയ തലത്തിലും പാർലമെന്റിലും ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആലപ്പുഴ എംപി കൂടിയായ കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി പാർലമെന്റിൽ സംസാരിച്ചു. ഇതാണ് ചിലരുടെ പ്രകോപനത്തിന് കാരണം. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ പാർട്ടി തീരുമാനം അന്തിമമെന്ന് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് വളരെ കാലമായി പാർട്ടിയിലുള്ള നേതാവാണെന്നും അവർക്ക് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. അവർക്ക് അങ്ങനെയൊരു ആഗ്രഹമുണ്ടായതിൽ തെറ്റു പറയാനാകില്ല. വിഷമമുണ്ടെങ്കിൽ തെറ്റു പറയാനാകില്ല. എങ്കിലും പാർട്ടി തീരുമാനം അന്തിമമാണെന്നും അവർ അത് അംഗീകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും വേണുഗോപാൽ പറഞ്ഞു. അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യുമെന്നും ഒന്നിനോടും കടക്ക് പുറത്ത് എന്ന് പറയുന്ന രീതി പാർട്ടിക്ക് ഇല്ല എന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സജീവമാകുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. താൻ കേരളത്തിൽ ഇല്ലാത്ത ഒരാളല്ല എന്നും തന്റെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് കെ.സി. പ്രതികരിച്ചത്. തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. തന്നെ വിമർശിക്കുക എന്നത് ചിലരുടെ ഹോബിയാണ്. പാർട്ടിയെ വിജയിപ്പിക്കാൻ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം താൻ നടത്തുമെന്നും കെ.സി. പറഞ്ഞു. സ്വന്തം മണ്ഡലമായ ആലപ്പുഴയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി കുശലാന്വേഷണം നടത്തുന്ന കെ.സി. വേണുഗോപാലിന്റെ ചിത്രം കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ തന്റെ പേജിൽ പങ്കുവച്ചിരുന്നു. ഒപ്പം അവരുടെ അവകാശം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും കുറിപ്പായി അദ്ദേഹം പങ്കുവച്ചു. ഇതാണ് വിവാദമായത്. സോഷ്യൽ മീഡിയയിൽ കെ.സിയെ കടന്നാക്രമിച്ചു. ഒപ്പം തൊഴിലാളികളെയും. കെ.സി. വേണുഗോപാൽ തൊഴിലാളികൾക്കൊപ്പം കപ്പ കഴിച്ചു, അവരോടൊപ്പം നിലത്തിരുന്നു എന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളെത്തി കെ.സിയെ അനുകൂലിച്ചും പ്രതികരണമെത്തി. ഏതായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിരോധമാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ക്യാമ്പ് നടത്തുന്നത്. തീർത്തും തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കുന്നതായിരുന്നു പ്രതികരണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന BJPയെ വിമർശിക്കുമ്പോൾ കേരളത്തിൽ CPMനാണ് പ്രശ്നം. BJP ആക്രമണം നടത്തുന്നതിനേക്കാൾ തീവ്രമായിട്ടാണ് CPM ആക്രമണം നടത്തുന്നത്. രണ്ടുപേരുടെയും പൊതുശത്രുവെന്ന കാരണത്താൽ കെ.സി. വേണുഗോപാലിനെതിരായ ആക്രമണത്തിലും CPM BJP അന്തർധാര സജീവമാണെന്നാണ് ആരോപണം.